प्रिय बच्चे नमस्ते, सभी खुशी है ना? ओके। पिछले कक्षा में हमने जिस गली में मैं रहता हूँ नामक एक डायरी के बारे में चर्चा किया। श्री मिर्ज़ा गालिब की उस प्रस्तुत डायरी का अनुवाद कैलाश नारे था। उसके बारे में हमने सीखा। ओके। आज एक लेख है, स्वयं प्रकाश नामक एक लेखक ने लिखा गया एक लेख है। ये किसके बारे में एक लेख है? आरे कुറിച്ചുള്ള ലേഖനാണത്? इस लेख का नाम ഗാന്ധിജി कैसे बने അല്ലേ? ഗാന്ധി എങ്ങനെയായി തീർന്നു എന്നതിനെ കുറിച്ചാണ് ഒരു ലേഖനം। അപ്പോൾ इस लेख के पहले इस गांधी जी को सोचते समय, गांधी को स्मरण करते समय हमारे मन में किस रूप का गांधी जी का चित्र आया है? ഏത് രൂപത്തിലുള്ള ഗാന്ധിയുടെ ചിത്രമാണ് നമ്മൾ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിയുന്ന ചിത്രം ഏതാണ്? ഏത് ചിത്രമാണ്? ഏക് ധോത്തി പെഹന്നെ വാല അല്ലേ? ഒറ്റമുണ്ട് ധരിച്ചിട്ടുള്ള, സിർ പർ ബാൽ നഹീം അല്ലേ? തലയിൽ മുടിയില്ലാത്ത, പാവുമേ ജൂതാബി നഹീം അല്ലേ? പാവുമേ ജൂതാബി നഹീം അല്ലേ? കാലിൽ ചെരുപ്പില്ലാത്ത, ഐസി ഏക് മഹാൻ പുരുഷ് കാ ചിത്ര ഹമാരെ ധ്യാൻ മേ ആയാ ഹെ. അങ്ങനെയുള്ളൊരു മഹാപുരുഷൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് അല്ലേ? ഓക്കെ। इसके पहले कवि परिचय। अब देखिए कवि परिचय, पेज नंबर 39। 20 जनवरी 1947 में मध्य प्रदेश के इंदौर में जन्म। समकालीन हिंदी साहित्य जगत में अपनी कहानियों और उपन्यासों के लिए विख्यात। प्रमुख रचनाएं सूरज कब निकलेगा, आएंगे अच्छे दिन भी, आदमी जात का आदमी, कहानी संग्रह, जलते जहाज पर बीच में विनय, उत्तर जीवन कथा उपन्यास, पहल सम्मान राजस्थान साहित्य अकादमी सम्मान, आनंद सागर कथाक्रम सम्मान आदि से सम्मानित। तो स्वयं प्रकाश के बारे में 20 जनवरी 1947 में 1947 मध्य प्रदेश के इंदौर में जन्म। मध्य प्रदेशिले इंदौറിലാണ് അദ്ദേഹം ജനിച്ചത്। സമകാലീൻ ഹിന്ദി സാഹിത്യ ജഗത് മേ അല്ലേ? ആധുനിക ഹിന്ദി സാഹിത്യ ലോകത്തിലെ അപ്നി കഹാനിയും തൻ്റെ കഥകൾ, അതുപോലെ ഉപന്യാസവും കേലിയെ ഉപന്യാസങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതിന് വിഖ്യാത ഫേമസ് ആയൊരു റൈറ്ററാണ് അദ്ദേഹം। പ്രമുഖ രചനയും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ്, അതിലെ കഹാനി സംഗ്രഹങ്ങളാണ്, കഥാസമാഹാരങ്ങളാണ് സൂരജ് കബ് നികലേഗ, ആയേംഗെ അച്ഛേ ദിൻ ബി, ആത്മീ ജാത് കാ ആത്മി. ഇതൊക്കെ കഹാനി സംഗ്രഹങ്ങളാണ്, കഥാസമാഹാരങ്ങളാണ്. പിന്നെ അദ്ദേഹം എഴുതിയ ഉപന്യാസങ്ങളാണ് ഇതൊക്കെ പ്രധാനപ്പെട്ടത്. ജൽത്തെ ജഹാസ് പർ, അതുപോലെ ബീച്ച് മേ വിനയ്, ഉത്തർ ജീവൻ കഥ എന്നീ ഉപന്യാസങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ലഭിച്ച ഉപാധികളാണ് ഏതൊക്കെ ബഹുമതികളാണ്? पहल सम्मान, राजस्थान साहित्य अकादमी सम्मान, आनंद सागर कथाक्रम सम्मान आदि से उनसे सम्मानित है। ओके। अब देखिए पाठ भाग, पेज नंबर 36। अब देखिए इसके पहले एक कथन है, इसमें श्री आल्बर्ट आइंस्टीन का एक कथन है, इसके बारे में। आने वाली पीढ़ियाँ बड़ी कठिनाई से विश्वास करेगी कि इस प्रकार का कोई रक्त मांस वाला पुरुष इस दुनिया में जीवित रहा था। അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള, ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മുടെ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ ഒരു കഥൻ, ഒരു വേർഡ്സാണ്, ശ്രദ്ധിക്കുക. ആനേവാലി പീഡിയം. എന്താ ആനേവാലി പീഡിയം? വരും തലമുറ അല്ലേ? വരും തലമുറ ബഡി കഠിനായിസെ വളരെ പ്രയാസത്തോടെ, വിശ്വാസ് കരേഗി വിശ്വസിക്കും, കി അതായത് എന്താ വിശ്വസിക്കുന്നത്?
ഈസ് പ്രകാർ കാ ഇത്തരത്തിലുള്ള കോയി രക്ത മാംസവാല ഇത്തരത്തിലുള്ള രക്തവും മാംസവും നിറഞ്ഞ ഒരു പുരുഷൻ അല്ലേ ഈസ് ദുനിയാമേ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മുടെ വരും തലമുറക്കാർ വളരെ പ്രയാസത്തോടു കൂടി അവർ വരും തലമുറ ഓർക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഗാന്ധിജി हमारे जैसे एक साधारण മനുഷ്യ ഹെ അല്ലേ, അതായത് നമ്മുടെ ഗാന്ധി എന്താണ്, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള നമ്മുടെ ഗാന്ധി മഹാത്മാഗാന്ധി നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് കർമ്മം ഉസ്കെ കർമ്മവും ആദർശം സിദ്ധാന്തം ദ്വാര ഉസ്നെ എക് ബഡാ മഹാൻ ബനാഹെ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ സിദ്ധാന്തങ്ങൾ സത്യം അഹിംസ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് അതുപോലെ അതായത് സിദ്ധാന്തങ്ങൾ മുഖേനൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഒരു മഹാനായ വ്യക്തിയായി തീർന്നത്. इसके बारे में ओके अब देखिए पाठभाग क्या तुम एक ऐसे ഗാന്ധിജി ഈസ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഗാന്ധിജിയുടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാറ്റം അല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में झोला टांग रखा हो. हाँ, गांधी जी जैसे फोटो में दिखते हैं वैसे हमेशा से नहीं थे. वे धीरे धीरे गांधी बने. कैसे? क्या तुम क्या എന്താ തും നിങ്ങൾ ഏക് ഐസേ ഗാന്ധിജിക്ക് ഒരു ഐസേ ഗാന്ധിജിക്ക് ഇത്തരത്തിലുള്ള ഒരു ഗാന്ധിജിയെ കൽപ്പന കർ സക്തേ ഹോ സങ്കല്പിച്ചിട്ടുണ്ടോ? നമ്മോട് ചോദിക്കുകയാണ് ലേഖകൻ. എന്താ ചോദിക്കുന്നത്? സ്വയം പ്രകാശ് നാമക്ക് ലേഖകനെ ഹംസെ പൂച്ചാ ഹേ അല്ലേ. നമ്മളോട് സ്വയം പ്രകാശ് എന്ന് പറയുന്ന നമ്മുടെ ഈ ലേഖകൻ ഈ റൈറ്റർ നമ്മോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? ക്യാ തും ഐസേ ഗാന്ധിജിക്ക് കൽപ്പന കർ സക്തേ ഹോ ഇത്തരത്തിലുള്ള ഒരു ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കാൻ കഴിയുമോ? സങ്കല്പിച്ചിട്ടുണ്ടോ? ജിനോനെ അദ്ദേഹം കുർത്ത പാജാമ പെഹൻ രഖാ ഹോ. എന്താ കുർത്ത? കുർത്ത പാജാമ. കുർത്ത മീൻസ് ഷർട്ട്, അതുപോലെ പാജാമ പൈജാമയും ഷർട്ടും പെഹൻ രഖാ ഹോ ധരിച്ചിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജിൻകെ പാവുമേ ചപ്പൽ ഔർ സർ പർ ഖൂബ് സാരേ ബാൽ. ജിൻകെ പാവുമേ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ചപ്പൽ ചെരുപ്പ്, അതുപോലെ സർപ്പർ സർ മീൻസ് സിർ ഹെഡ് തലയിൽ ഖൂബ് സാരേ ബാൽ. എന്താ ഖൂബ് സാരേ? മോർ അല്ലേ, ധാരാളം ബാൽ ഹെയർ അല്ലേ, ഒരുപാട് മുടിയുള്ള ഗാന്ധിജി, കാലിൽ ചെരുപ്പുള്ള ഗാന്ധിജി, പജാമ കുർത്ത പെഹന്നേവാല അല്ലേ, പൈജാമ ഷർട്ടൊക്കെ ധരിച്ചിട്ടുള്ള, അതുപോലെ ഉൻപർ ഗാന്ധി ടോപ്പി ഹോ. ഇനി തലയിൽ എന്തുണ്ട്? ഗാന്ധി ടോപ്പി, ഗാന്ധി തൊപ്പിയും വെച്ചിട്ടുള്ള ആ ഗാന്ധിജി. ജിനോനെ അതുപോലെ ജിനോനെ ബച്ചോം കെ സ്കൂൾ ബാഗ് കി തരേ, ബച്ചോം കെ സ്കൂൾ ബാഗ് കി തരേ കുട്ടികളുടെ സ്കൂൾ ബാഗിനെ പോലെ, ഗലേമേം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ജോല ടാങ്ക് രഖാഹോ ഒരു ബാഗ് ഇട്ടിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താ ചോദിക്കുന്നത്? ക്യാ തും ഐസേ ഗാന്ധിജിക്ക് കൽപ്പന കർ സക്തേ ഹോ അല്ലേ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഗാന്ധിജി ജിനോനെ കുർത്ത പജാമ പെഹന്ന അല്ലേ, അതായത് ഷർട്ടും പൈജാമയും ധരിച്ചിട്ടുള്ള ഗാന്ധിജി, പാവുമേ ചപ്പൽ അല്ലേ, കാലിൽ ചെരുപ്പ്, സിർപ്പർ ഗൂബ്സാര ബാൽ തലയിൽ ധാരാളം മുടിയുള്ള, അതുപോലെ എന്താണ് സർമേ ഉസ്കെ സർമേ ഗാന്ധി ടോപ്പി പെഹന്ന അല്ലേ, ഗാന്ധി തൊപ്പി ധരിച്ചിട്ടുള്ള, അതുപോലെ സ്കൂൾ ബച്ചോം കി തരേ ഗലേമേ ജോല ടാങ്ക് അല്ലേ, സ്കൂൾ കുട്ടികളുടെ ബാഗിനെ പോലെ കഴുത്തിൽ ബാഗ് ഇട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഗാന്ധിജി ജൈസെ ഫോട്ടോ മേ ദിഖ്തേ ഹേ
ഇനി ഗാന്ധിജി ജയ്സെ എപ്രകാരമാണോ ഫോട്ടോമേ ദിക്തേ ഹെ ഫോട്ടോയിൽ കാണപ്പെടുന്നത്, വൈസെ അതുപോലെ, ഹമേശ ഹമേശ മീൻസ് ഓൾവേസ് എല്ലായ്പ്പോഴും, സേ നഹീം തേ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ എപ്രകാരമാണോ ജയ്സെ ഫോട്ടോമേ ദിക്തേ ഹെ ഗാന്ധിജി വ വൈസ നഹി ഹെ, ജയ്സെ ഫോട്ടോമേ ദിക്തേ ഹെ ഗാന്ധിജി വ ഹമേശ വൈസ നഹി ഹെ നഹി ഹെ അല്ലേ. എന്താണ് എപ്രകാരമാണ് നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഗാന്ധിജി, ആ ഗാന്ധിജി എന്താണ് എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള വ്യക്തി ആയിരുന്നില്ല. വേ ധീരെ ധീരെ ഗാന്ധി ബനെ, അദ്ദേഹം ധീരെ ധീരെ മെല്ലെ മെല്ലെ ഗാന്ധി ബനെ ഗാന്ധിജി ആയതായിരുന്നു, ഗാന്ധിയായി തീർന്നതാണ്. കേസെ എങ്ങനെ, ദേഖിയെ സെക്കൻഡ് പാരഗ്രാഫ്. എങ്ങനെയാണ് അദ്ദേഹം ഗാന്ധിജിയായി തീർന്നത്? ഇവിടെ നോക്കൂ, വേ ധീരെ ധീരെ ഗാന്ധി ബനെ ഇസ്കാ മത്ലബ് ക്യാ ഹെ, അദ്ദേഹം ധീരെ ധീരെ ഗാന്ധി ബനെ മെല്ലെ മെല്ലെ ഗാന്ധിയനായി തീർന്നു. ഇസ്കാ മത്ലബ് ക്യാ ഹെ ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏക വ്യക്തി അപ്പനെ ആദർശവും സിദ്ധാന്തവും ദ്വാര മഹാൻ വ്യക്തി ബൻ സക്തേ ഹെ, ഒരു വ്യക്തി എപ്പോഴും തൻ്റെ ആദർശങ്ങളും സിദ്ധാന്തങ്ങളും മുഖേനയാണ് എന്തായിത്തീരുന്നത്, ഒരു വലിയ വ്യക്തിയാവുന്നത്. ഉസി പ്രകാർ അപ്രകാരത്തിൽ ഗാന്ധിജി അപ്പനെ സച്ച് ആദർശ് ധർമ്മ സിദ്ധാന്തവും ആദി ദ്വാര ഗാന്ധി ബനെ അല്ലേ. അതായത് ഒരു വ്യക്തി എങ്ങനെയാണോ വലിയ വ്യക്തിയാവുന്നത്, അതേപോലെ നമ്മുടെ ഗാന്ധിജി തൻ്റെ ആദർശങ്ങൾ, സത്യസന്ധത, അതുപോലെ സിദ്ധാന്തങ്ങൾ, അതുപോലെ കർമ്മം അല്ലേ, നമ്മുടെ പ്രവർത്തനം, നല്ല പ്രവർത്തനം, ഇതൊക്കെ വഴിയാണ് നല്ല പ്രവർത്തനം അല്ലേ. അച്ഛേ കർമ്മ അച്ഛേ സിദ്ധാന്ത് അച്ഛേ ആദർശവും ആദി ദ്വാര മഹാൻ ബനെ അല്ലേ ആണ് നമ്മുടെ ഗാന്ധിയനായി തീർന്നത്, മഹാനായ ഗാന്ധിയെ തീർന്നത്. बचपन में गांधी जी को अंधेरे से डर लगता था, उन्हें लगता था कोई भूत आकर उन्हें पकड़ लगा. बड़े होकर वे खुद ऐसे हो गए कि अंग्रेज हुकूमत उनसे डरने लगी, मानो वे कोई भूत हो. जब उन्हें कटियावाड़ हाई स्कूल में पहली कक्षा में भर्ती कराया गया, तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेज़ी. स्कूल की फीस थी 8 आने प्रतिमाह यानी 50 पैसे हर महीने. पहली परीक्षा में गांधी जी 34 बच्चों में से 32वें स्थान पर रहे और 2 विषयों में तो उन्हें 0 मिला. बचपन मीन्स चाइल्डहुड അല്ലേ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് അന്ധേരെ സെ, അന്ധേര മീൻസ് ഡാർക്ക് അല്ലേ, ഇരുട്ട് അല്ലേ, ഇരുട്ടിനെ ഡർ ലഗ്താത്ത പേടിയായിരുന്നു. ഡർന മീൻസ് ഫിയർ അല്ലേ. അപ്പോൾ ബച്പൻമേ ഗാന്ധിജി അല്ലേ, കുട്ടിക്കാലത്ത് നമ്മളെപ്പോലെ തന്നെ ഗാന്ധിജി എന്താണ്, അന്ധേരക്കോ ഡർ ലഗ്തേത്തെ അല്ലേ, അന്ധേരസെ ഡർ ലഗ്താത്ത ഗാന്ധിജി ഇരുട്ടിനെ ഗാന്ധിജിക്ക് പേടിയായിരുന്നു. ഉനെ ലഗ്താത്ത അദ്ദേഹത്തിന് തോന്നിയിരുന്നു, അതായത് കോയി ഭൂത് ആക്കർ ഇരുട്ടില്, രാത്രിയിലെ ഇരുട്ടില്, കോയി ഭൂത് ആക്കർ ഏതെങ്കിലും ഭൂതങ്ങൾ വന്നിട്ട് ഉനെ പക്കടിലേക അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ബഡേ ഹോക്കർ അങ്ങനെ വലുതായപ്പോൾ വേ ഗുദ് അദ്ദേഹം സ്വയം, ഗുദ് മീൻസ് സ്വയം സെൽഫ്, ഐസെ ഹോഗേ അപ്രകാരമായി തീർന്നു അല്ലേ. ബഡേ ഹോക്കർ വേ ഗുദ് ഐസെ ഹോഗയും അല്ലേ, വലുതായപ്പോൾ അദ്ദേഹം അപ്രകാരമായി തീർന്നു. അതായത് അംഗ്രേസ് ഹുക്കൂമത്ത് അല്ലേ, അംഗ്രേസ് ഹുക്കൂമത്ത് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം ഉൻസെ അദ്ദേഹത്തെ ഡർനെ ലഗി അദ്ദേഹത്തെ പേടിക്കാൻ തുടങ്ങി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ബച്പൻമേ ഗാന്ധിജിക്കോ അന്ധേര ബോത്ത് ഡർ ലഗ്തേത്തെ അല്ലേ, ഇരുട്ട് വളരെയധികം പേടിയായിരുന്നു. ഉൻക വിചാർ എഴുത്താം, അന്ധേരമേ ഉൻക വിചാർ എഴുത്താം, ഇരുട്ടിൽ അദ്ദേഹത്തിൻ്റെ വിചാരം എന്തായിരുന്നു, കോയി ഭൂത് അന്ധേരമേ ആക്കർ ഉൻസെ പക്കട്ടിലേക്കാം ഏതെങ്കിലും ഭൂതം വന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകും എന്ന് പേടിയായിരുന്നു. ലേക്കിൻ ബഡേ ഹോത്തേ സമയ് എന്നാൽ വലുതായ സമയത്ത് എന്താണ്, അംഗ്രേസ് ഹുക്കൂമത്ത് ബ്രിട്ടീഷ് ഭരണകൂടമാണ് ഉൻസെ ഡർനയിലേക്ക് അദ്ദേഹത്തെ പേടിക്കാൻ തുടങ്ങി. മനസ്സിലാവുണ്ടോ? അപ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഇരുട്ടിനെ പേടിയായിരുന്നു, എന്നാൽ വലുതായ സമയത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നമ്മുടെ ഗാന്ധിജിയെ പേടിക്കാൻ തുടങ്ങി. മാനോ വേ കോയി ഭൂത് ഹോ, മാനോ തോന്നും, വേ അദ്ദേഹം കോയി ഭൂത് ഹോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭൂതമാണെന്ന് അവർക്ക് തോന്നും നമ്മുടെ ഗാന്ധിയെ കാണുമ്പോൾ. ഓക്കെ,
ജബ് ഉനെ കട്ടിയാവാഡ് ഹൈസ്കൂൾ മേ, ഇനി അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, जब उन्हें कटियावाड़ हाई स्कूल में पहली कक्षा में भर्ती कराया गया तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेजी. എന്താ പറയുന്നത്? ജബുനെ എപ്പോഴാണ് അദ്ദേഹം കട്ടിയാവാഡ് ഹൈസ്കൂളിലെ पहली कक्षा ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഭർത്തി കരായ ഗയ അഡ്മിഷൻ നേടിയത്. തബ് ഉൻകി ഉമ്രത്തി, തബ് അപ്പോൾ, ഉൻകി ഉമ്രത്തി അദ്ദേഹത്തിൻ്റെ ഉമ്ര മീൻസ് ഏജ്, വയസ്സ് ആയിരുന്നു 11 സാൽ. എത്രയായിരുന്നു? 11, 11 അല്ലേ, 11 ഏജ് ഓൾഡ് അല്ലേ, 11 വയസ്സുള്ള കുട്ടിയായിരുന്നു ആ സമയത്ത്. ഉനെ ജോ വിഷയ് പഠായേ ജാത്തേ തെ, ഉനെ അദ്ദേഹം, ജോ വിഷയ് അവിടെ ഏതൊക്കെ വിഷയങ്ങളാണ്, സബ്ജക്റ്റാണ്, പഠായേ ജാത്തേ തെ പഠിച്ചിരുന്നത്, വേത്തെ അവയായിരുന്നു. ഇത്തിഹാസ് മീൻസ് ഹിസ്റ്ററി, ഭൂഗോൾ ജോഗ്രഫി, ഗണിത് मैथ्स और अंग्रेजी इंग्लिश. ओके, അപ്പോൾ कटियावाड़ हाई स्कूल में पहली कक्षा में उन्हें भर्ती होते समय उनका उम्र 11 साल का था. ओके, वहाँ वे विषय वे പഠിത്തേ थे. ഈ വിഷയങ്ങളാണ്, ഈ സബ്ജക്റ്റുകളാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഇത്തിഹാസ്, ഭൂഗോൾ, ഇത്തിഹാസ് ഹിസ്റ്ററി, ഭൂഗോൾ ജോഗ്രഫി, ഗണിത് മാത്സ് और अंग्रेजी, പിന്നെന്തായിരുന്നു? ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളാണ് പഠിച്ചിരുന്നത്. स्कूल की फीस थी 8 आने प्रतिमाह यानी 50 पैसे हर महीने. स्कूल की फीस थी, സ്കൂൾ ഫീസ് എത്രയായിരുന്നു? 8 ആനെ. 8 ആനെ മീൻസ് 8 അണ. ഓക്കെ, അതായത് 16 അണയാണ് 1 രൂപ. അപ്പോൾ 8 അണ എത്രയാണ്? 16ൻ്റെ പകുതി 8 അണ എത്രയായിരിക്കും? 50 പൈസ. അപ്പോൾ നോക്കൂ, എന്താണ് ഇവിടെ നോക്കൂ, 8 ആനെ പ്രതിമാഹ്, 8 അണ പ്രതിമാഹ്, ഓരോ മാസവും അതായത് പ്രതിമാഹ്, യാനി അതായത് 50 പൈസ, 50 പൈസ, ഹർ മഹീനെ അല്ലേ, ഒരു മാസം 50 പൈസ ഓരോ മാസവും അല്ലേ. पहली परीक्षा में गांधी जी 34 बच्चों में से 32वें स्थान पर रहे. ഇനി എന്താ പറയുന്നത്? पहली परीक्षा में ഫസ്റ്റ് എക്സാമിൽ തന്നെ गांधी जी 34 बच्चों में, 34 कितना? 34 അല്ലേ, 34 बच्चों में അല്ലേ, 34 കുട്ടികളിൽ 32वें स्थान पर रहे. എന്താ 32? 32 സ്ഥാൻ पर रहे. അതായത് 34 ടോട്ടൽ സ്റ്റുഡൻസ് 34 ആണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 32वें സ്ഥാൻ पर रखे അല്ലേ, 32 സ്ഥാനത്താണ്, 32ാമത്തെ സ്ഥാനത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. और 2 विषयों में तो उन्हें 0 मिला. അതുപോലെ 2 विषयों में से 2 സബ്ജക്റ്റുകളിൽ അദ്ദേഹത്തിന് ഉन्हें 0 मिला. 0 മീൻസ് 0 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ, 0 കിട്ടിയിട്ടുണ്ടായിരുന്നു. नेक्स्ट पैराग्राफ. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. दक्षिण अफ्रीका में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरै गए भाषण देने. वहाँ एक औरत को देखा जो तालाब में अपनी धोती धो रही थी, लेकिन कैसे आधी पहनती थी और बाकी आधी धोती थी. फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर गांधी जी भीतर तक हिल गए और बस उसी समय उन्होंने फैसला कर लिया कि अब सिर्फ एक धोती ही पहनूंगा. बाद में गोलमेज सम्मेलन के लिए लंदन गए. वहाँ तो खूब सर्दी पड़ती है, तो वहाँ के बच्चे पूछते थे, बाबा तुम्हारी पतलून कहाँ गई? गांधी जी उन्हें कोई जवाब नहीं देते थे, बस हंसकर रह जाते थे. लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? तो बोले, फिक्र मत करो, तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. इंग्लैंड पढ़ने गए तो, അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം പഠിക്കാൻ പോയ സമയത്ത് ഉൻകെ ലിയെ खूब सारे कपड़े सिलवाए गए. उनके लिए അദ്ദേഹത്തിന് വേണ്ടിയിട്ട് खूब सारे कपड़े ഒരുപാട് ഡ്രസ്സുകൾ സിൽവായെ. എന്താ സിൽവാന? സിൽന മീൻസ് സ്റ്റിച്ചിങ് അല്ലേ, തയ്ക്കുക.
അപ്പോൾ ഇംഗ്ലണ്ട് പഠനെ ഗയേ തോ ഉൻകെ ലിയെ ഖൂബ് സാരെ കപ്പടെ സിൽവായെ. ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് ഡ്രസ്സുകൾ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്ക മേ കുർത്ത ധോത്തി പെഹനെ ലഗെ. അതായത് ദക്ഷിണാഫ്രിക്കയിൽ വക്കീൽ പഠനത്തിന് പോയ സമയത്ത് ദക്ഷിണാഫ്രിക്കയിൽ കുർത്ത ധോത്തി, ഷർട്ടും ധോത്തി മുണ്ടുമാണ് പെഹന്നെ ലഗെ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഭാരത് ഗയേത്തോ, അങ്ങനെ ഭാരത്തിലേക്ക് ആയേത്തോ വന്നപ്പോൾ ഏക് ബാർ ഒരിക്കൽ മധുരൈ ഗയെ, അദ്ദേഹം എവിടേക്ക് പോയി? മധുരയിലേക്ക് പോയി. ഭാഷൺ ദേനെ, ഭാഷൺ മീൻസ് സ്പീച്ച്, ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോയി. ഓക്കെ, आज लिए पाठ भाग बार बार पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा में हम समाप्त करती हूँ. धन्यवाद.